ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലവ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 3 ടിപ്സാണ്. ഒന്നാമത്തേത്, നമ്മളെ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നേക്കാൾ സൗന്ദര്യമുണ്ടല്ലോ അവന്, അല്ലെങ്കിൽ എന്നേക്കാൾ സമ്പത്തുണ്ടല്ലോ അവന്, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ല ജോലി ഉണ്ടല്ലോ അവന്, അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ അറിയാലോ അവന് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒത്തിരി കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മളെ ഇങ്ങനെ ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ എന്നെ ആരും നോക്കത്തില്ല, എന്നോട് ആർക്കും ഇഷ്ടം തോന്നത്തില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി അതൊക്കെ നമ്മുടെ വിശ്വാസമൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയെയാണ് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് ആലോചിച്ച് സ്പെസിഫിക് ആയിട്ട് എഴുതുക. നിങ്ങളെ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ സ്നേഹിക്കണം, എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ജോലിയുള്ള ആളാണോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളാണോ, നിങ്ങളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെ സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക ക്വാളിറ്റീസ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലോക്കുകളൊക്കെ മാറ്റിക്കളയുക. ബ്ലോക്കുകൾ മാറ്റിക്കളയുക പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറേ കോർ ബിലീവ്സ് ഉണ്ടാവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡീപ്പായിട്ട് കിടക്കുന്ന തോട്ട്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ എന്നെ ആരും നോക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തോട്ട്സുകൾ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് ആരും വരാത്തത്. നമുക്ക് ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെ നമുക്ക് അങ്ങോട്ടും ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാത്തത്, അത് വലിയൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ബ്ലോക്കുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഒരു 21 ദിവസം യൂസ് ചെയ്യേണ്ട 4 അഫർമേഷൻസ് ഉണ്ട്. ഈ 4 അഫർമേഷൻസ് എല്ലാ ദിവസവും 5 മിനിറ്റോളം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഒരു അഫർമേഷൻ 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, 4 അഫർമേഷനും കൂടി 5 മിനിറ്റ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിലോട്ട് പോവുകയും സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലവ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 4 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് വേണ്ട ആളുകൾ ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക, ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻസ് എന്ന്. അപ്പോൾ നിങ്ങൾക്കത് അയച്ചു തരും. അത് ചെയ്യുക. റിസൾട്ടും കാര്യങ്ങളും ആഫ്റ്റർ 21 ഡേയ്സ് നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.